മലയാളം പടല കന്നഡ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ. ഹലോ ആയി പറഞ്ഞു എന്തിന് വ്ളോഗ് വനത്തെ. ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 7 മണിയാണ് ഇപ്പോൾ ടൈം. സിക്കിമിലാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ സിക്കിമിൻ്റെയാണ്. അപ്പം ഇനി നാഥുല പാസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് കാണുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആ മഞ്ഞുമല, കണ്ടില്ലേ ഗൈസ്? അതാണ് കാഞ്ചൻജംഗ എന്ന് പറയുന്നത്. സിക്കിമിലെ ഏറ്റവും ഉയരത്തിലുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടിയാണ്. ഇതിപ്പോൾ ഒരുപാട് ദൂരെ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ അടുത്ത് നിന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിൽ പോവാ, നമുക്ക് പോകാനുള്ള വണ്ടി ഇത് അവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡാർജിലിങ്ങിൽ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ആൾക്കാർ കണ്ടില്ലേ, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. സ്വന്തം തലയിൽ കെട്ടി ചുമന്നിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ നാഥുല പാസ് കാണാൻ പോവാണ്. എല്ലാവരും ബാഗുകൾ വെക്കേണ്ട തിരക്കിലാണ്. ഇതിൽ കയറ്റി. ഇയാളാണ് ഞങ്ങളുടെ ഡ്രൈവർ സാബ്. ഞങ്ങൾ പോവാണ് കാഞ്ചൻജംഗ. ഹലോ ആയി പറഞ്ഞു എന്തിന് ഒരു തരത്തിലും മെയിനാവാൻ സമ്മതിക്കാത്ത കുറെ ചങ്ക് ഫ്രണ്ട്സുകളെ കിട്ടിക്കണം. നമ്മൾ എവിടേക്ക് പോവാന്നുള്ള ചോദ്യത്തിന് ഡ്രൈവർ മറുപടി പറഞ്ഞു തരുന്നതാ. नथुला जाएगा, फिर छंगुल वो बाबा मंदिर, फिर जाएगा छंगुल लेक। नथुला में कहाँ लेगा? नथुला में चाइना कहते हैं, കാഞ്ചൻജംഗ रास्ते മിലേഗാ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഗൈസ് സിക്കിം. ഭയങ്കര എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാര്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങള് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. മനസ്സിലായില്ലേ പേര്? ഇത് ഷോർട്ടായിട്ട് എന്തെങ്കിലും വിളിച്ചോ? ഇവരൊക്കെ സ്കൂളിൽ പോവാണ്. തിരക്കാണ് ഗൈസ്. റോഡിൽ ട്രാഫിക് ഉണ്ട്. ചെറിയ റോഡായതുകൊണ്ട് ട്രാഫിക് ഉണ്ടാവും. റോഡിലെ ട്രാഫിക് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി തിരിച്ചു വേറെ റൂട്ടിലേക്ക് മാറ്റി. അപ്പൊ നമ്മള് കാണുന്ന മലനിരകളൊക്കെ കാണാൻ പോവാണ്. വജ്രമലകള്. ഈ മറകളൊക്കെ മറിച്ച് ഞങ്ങൾ ആ മലയെ പുറത്ത് കൊണ്ടുവരുന്നതാണ് ഗൈസ്. അങ്ങോട്ട് കണ്ടോ, അത് സൂര്യൻ. കുത്തനുള്ള റോഡാണ്. ഇപ്പൊ നമ്മൾ ആ അടിയിൽ നിന്നാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. കുറേ ടൂറിസ്റ്റുകൾ കണ്ടോ ഫോട്ടോ എടുക്കുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തിയാണ് ഗൈസ്. ഇവിടെ കണ്ടോ അഗാധമായ ഗർത്തം. ഇവിടെ ഫുൾ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഇതിൻ്റെ അടിയിൽ. ഗ്രാമം കേട്ടോ. വാവ്, സിക്കിമിന്റെ ഭംഗി ഗൈസ്. വ്ളോഗ് വനത്തെ. ഹായ്, ഒരു ടൂറിസ്റ്റ് ആണ് ഗൈസ്. ഇതൊക്കെ മലകൾക്കടിയിലുള്ള ഗ്രാമങ്ങളാണ്. ആകാശത്തിന് ഇന്ന് പ്രത്യേക ഭംഗി ഗൈസ്. നീലാകാശം. നാഥുല പാസിന് പെർമിഷൻ വേണം. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു
5 gram. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ ആ പാക്കറ്റ് കവറ് ഉള്ളില് ഇടണമെന്ന് പുറത്തേക്ക് ഇടണ്ടാന്ന് കേട്ടാ. ഇവിടുത്തെ ക്ലീൻ സിറ്റി ആണ്. അപ്പൊ അത് പറയാ സെറ്റ് അല്ലേ? വി ആർ സെറ്റ്. ഓക്കെ. Hello. Good morning, everybody. ഗുഡ് മോർണിംഗ്. നമ്മളെ ഗേഡ് സാബാണിത്. ഹായ് കർദിയ. ഹായ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ കിട്ടി? അന്ന് എടുക്കണ്ടേ മേടിച്ചിട്ട്? നമ്മള് നാദുല പാസ് കിടക്കാൻ പോവാണ്. ഒരു 20 രൂപ കൊടുക്കാന്. 20 rupees, okay? പേഴ്സിൽ പൈസ. 6 people, na? 120. 120. Yes. 120 दीजिए. Popcorn. तो आप लोगों को थोड़ा दिक्कत तो हो जाएगा. सांस में. ഒരു 50 രൂപ കൊടുക്ക്. 50 rupees दीजिए ना. 50 രൂപ. ഒരു 50 രൂപ കൊടുക്കാം. ഗൂഗിൾ പേ കरेगा? ഗൂഗിൾ പേ? ഗൂഗിൾ പേ? ഒരു 50 രൂപ. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് ടിക്കറ്റ് ഉണ്ട്. നമ്മളെ പാസ് എടുക്കണ്ടേ? അതിന് നാദുല പാസ് ആണ്. നാദുല പാസ്. हॉटमाइल फर्स्ट चेक पोस्ट. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. हॉटमाइल. ഹോട്ട്മാൽ ഫസ്റ്റ്. पैसे नहीं चेंज निकाल दीजिए. चेंज 120. 120. 120 രൂപ. ये हमारा एनजीओ होगा छंगू लेक का. This is first check post for China border. ചൈന ബോർഡർ. ना check post, first check post. ചൈന ബോർഡറിലേക്ക് പോകാനുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഈ കാണുന്നത്. करिए वीडियो करिए. ओके, नो प्रॉब्लम. मैं बोलूंगा आपको वीडियो कहाँ करना है कहाँ नहीं करना है. ओके. 14,000 അടി ഉയരത്തിലാണ് നാദുല പാസ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ദേഹാസ്വസ്ഥതയ്ക്ക് വരുന്നത് സാധാരണമാണ്. അപ്പം അതിനു വേണ്ടി ഓക്സിജനും കർപ്പൂരമൊക്കെ ഇവിടെ വിൽക്കുന്നത്, ഒരുപാട് പേര് വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇപ്പം ഞങ്ങളത് വാങ്ങി. നമുക്കത് ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ചിലർ ക്ഷീണിച്ച് ഛർദ്ദിച്ചിട്ടൊക്കെ അവിടെ കിടക്കുന്നത് കാണാം. അങ്കോലക്ക് വളരെ ടിക്കറ്റാണ്. 20 രൂപയാണ് ഒരാൾക്ക്. ഈ മലനിരകളാണ്. മലനിരകൾ. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പോയിന്റ് ആയ കാഞ്ചൻജംഗയുടെ വ്യൂ പോയിന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഇതാണ് കാഞ്ചൻജംഗ. ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ 3-ാം സ്ഥാനത്തുള്ളത് കാഞ്ചൻജംഗയാണ്. ഇത് സിക്കിമിലാണുള്ളത്. ഇത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. അതിന് ശേഷം വരുന്നത് മൗണ്ട് K2. അത് ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലാണ് അതുള്ളത്. അതിനുശേഷം വരുന്നതാണ് ഈ കാഞ്ചൻജംഗ. അത് സിക്കിമിലാണുള്ളത്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങൾ പോണത്. ആദ്യം നേരത്തെ രാവിലെ എഴുന്നേറ്റ് ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്താൻ വേണ്ടി പറഞ്ഞു. യാത്രയിലുടനീളം ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. മലയോര കാഴ്ചകളും തെളിഞ്ഞ ആകാശവും സൂര്യനും ഒക്കെ ആയിട്ട് അടിപൊളി വിഷ്വലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. മലനിരകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കടന്നാണ് ഞങ്ങൾ നാഥുല പാസ് കാണാൻ പോകുന്നത്. क्या है? ये हमारा ट्रेडिशनल डिश हैं? ट्रेडिशनल डिश नाम क्या है? कुप्पा कुप्पा इधर കഴിക്കുന്നതാണ്. नाश्ता है? yes बहुत बढ़िया like a pasta कुप्पा yes like a pasta यस्तो कतिको हेरौ कैसा टेस्ट लगा केंगा अच्छा हाँ അത് हम लोग का इधर आओ करो നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. പാസ്ത പിന്നെ കറിയിൽ മുക്കിയിട്ടുള്ള കളിയാക്കിയ ഇങ്ങനെ സ്പൈസി വെച്ചിട്ടാണ് കഴിക്കുന്നത്. ആ ടേസ്റ്റ് ആ മലയാളം നല്ല സൂപ്പർ. हामीसँग बाहिरै निस्केर फोटो खिचेर उयो भएको क्या मजा गर्दैछ उयो गर्दै उयो अरु सुकुहरुले चाहिँ त्यहाँ दोकानतिर चाहिँ चिया कैसा का सिस्टम थोड़ा आगे आओ इधर का सिस्टम ये ऐसा करो ഇത് കമ്പിളിയാണ് ഗൈസ്. ഇതിരിക്കുമ്പോ ഹീറ്റർ ഗരം ചൂടാക്കാനുള്ള ഹീറ്ററാണ്. ഇവിടുത്തെ കഞ്ഞി കുടിക്കാണ്, ചട്നി വെച്ചിട്ട് കഴിക്കാണ്. ഇവന് ഭയങ്കര ഇഷ്ടായി. അടിപൊളി. എങ്ങനെയുണ്ട് ചെയ്ത്? മസ്റ്റ് ട്രൈ. വെള്ളം ചോദിച്ചപ്പോ ഇതിലാണ് ഞങ്ങക്ക് വെള്ളം തന്നെ. വെള്ളം കുടിക്കാനുള്ള വെള്ളം. അപ്പൊ ഇതിപ്പോ എങ്ങനെ കുടിക്കാനാണ്? വെള്ള പൈപ്പാണിത്. ഇങ്ങനെ മലമുകളിൽ വരുന്ന വെള്ളം തോന്നുന്നു. ഇത് പൈപ്പ് ഇട്ടിട്ട് ഫുൾ ടൈം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം ഓപ്പണാ. ഭയങ്കര തണുപ്പുണ്ട്. മലമുകളിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് ഇട്ടിരിക്കാൻ പറ്റും. വെള്ളത്തിന് ഒരു ക്ഷാമമില്ല. അപ്പൊ ഗൈസ് हम ये दुकान से नाश्ता किया था. अच्छा है, अच्छा दुकान है. 46 शॉप नंबर बाहर दुकान के ऊपर दिखा देना. हाँ ऐसा है. ये मैडम का दुकान है. इधर से अच्छा से नाश्ता किया. कौन सा दुकान का नाम है? 15 मेल 46 शॉप नंबर. ಮಲಯಾಳಂ ಬರಲ್ಲ, ಕನ್ನಡ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಕನ್ನಡ ಗೊತ್ತು. ನಾಸ್ತಾ ಚೆನ್ನಾಗಿದೆ. ಥ್ಯಾಂಕ್ ಯು. ऑक्सीजन का ഇവിടെ ഉണ്ട്. ऑक्सीजन का जरूरत है?
आप लोग को नहीं पड़ेगा, नहीं पड़ेगा यंग लोग को इतना जरूरत नहीं पड़ेगा. नहीं पड़ेगा നമുക്കൊന്നും ആവശ്യം വരില്ല എന്ന് പറയുന്നത് കുറെ നേരം നിൽക്കുന്നവർക്കാണ് ആവശ്യം വരുള്ളൂ അതൊക്കെ ട്രക്കിങ്ങിന് പോകുന്നവർക്കാണ് ആവശ്യം വരുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇനി നാഥുല പാസിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നാഥുല പാസിന്റെ വിശേഷങ്ങളായിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം